ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഹെയർ പാക്കും കാണിക്കുന്നുണ്ട്. നല്ലൊരു ഹെയർ പാക്ക്, ഹെയർ ഗ്രോത്തിനൊക്കെ പറ്റി നല്ല ഉഗ്രനൊരു ഹെയർ പാക്കാണ്. അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വിചാരിച്ചു ഒരു കാര്യം കൂടെ സംസാരിക്കാമെന്ന്. കാരണം നമ്മുടെ ഈ മുടിയിൽ ചിലരെങ്കിലും ഫേസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഒരു സർട്ടൺ ലെങ്തിന് ശേഷം മുടി വളരുന്നില്ല എന്നുള്ള ഒരു കാര്യം. ഒരു ചിലർക്ക് ഒരു ലെങ്ത് വരെ വളരത്തില്ല, അതിന് ശേഷം അത് നീളം വെക്കത്തില്ല. വളരെ മീൻസ് മുടി നീളം വെക്കത്തില്ല, ഒരു ലെങ്തിനപ്പുറം നീളം വെക്കത്തില്ല, ഇങ്ങനെ മുരടിച്ചു പോയൊരവസ്ഥ ലെങ്ത്. അപ്പം അതിനെ പറ്റിയും കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ഉള്ള ഒരു കാര്യമാണ്. അപ്പം ആദ്യം നമുക്ക് ഹെയർ പാക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതും അത് അപ്ലൈ ചെയ്യുന്നതും എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ തലേദിവസം രാത്രിയിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഉലുവ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുക്കുക. നല്ലോണം അരച്ചെടുക്കണം, നല്ല സ്മൂത്താക്കിയിട്ട്. എന്നിട്ട് തലയിൽ നല്ല പോലെ എണ്ണ തേച്ചിട്ട് ഇതങ്ങ് തലയോട്ടിയിലാണ് ഇത് മെയിനായിട്ടും തേച്ച് പിടിപ്പിക്കേണ്ടത്. കാരണം ഇതൊരു നല്ല ഹെയർ ഗ്രോത്തിനുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇത് തലയോട്ടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇനി ഓയിൽ തേച്ചില്ലെങ്കിൽ ഈ പാക്കിനകത്ത് ഓയിൽ ഇടുക. അല്ലെങ്കിൽ നല്ല ഡ്രൈനെസ് ഉള്ള മുടിയാണെങ്കിൽ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊരു 10-25 മിനിറ്റ്, കൂടിപ്പോയി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം അങ്ങ് കഴുകിക്കളയണം. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത് എന്താ, നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെച്ച ഉലുവയാണ്. അപ്പം അതും നമ്മുടെ കോഫി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കോഫിയും ടീ പൗഡറും കോഫി പൗഡറൊക്കെ മുടിക്ക് ഭയങ്കര മുടി നല്ല കറുപ്പ് നിറം വരാനും മുടി പൊഴിച്ചിലിനും കുറേ കാര്യങ്ങളുണ്ട് കോഫി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട്. ടീ ആണെങ്കിലും നമ്മൾ കട്ടൻ ചായ തലയിൽ ഒഴിച്ചാൽ മുടി പൊഴിച്ചിൽ ഭയങ്കരമായിട്ടും കുറയും എന്നാണ് പറയുന്നത്. അതിൽ കോഫിയും നല്ല ഒരു സംഭവമാണ്. എനിക്ക് ഈ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ട് എനിക്ക് തോന്നിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, മുടി നമ്മൾ തൊടുമ്പം തന്നെ മുടിക്ക് ഒരു സ്ട്രെങ്ത് ഉള്ള പോലെ തോന്നും. മുടി തൊടുമ്പം നമുക്ക് മുടിക്ക് കുറച്ചൊരു വോളിയം കിട്ടിയ ഒരു ഫീലിംഗ് എനിക്ക് നല്ലപോലെ തോന്നിയായിരുന്നു ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം. ഈ ഒരു കോഫി ഹെയർ പാക്ക് ഇപ്പം ഇങ്ങനെ അല്ലാതെയും കോഫി തന്നെയും യൂസ് ചെയ്യാം, ഷാമ്പൂ ആയിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഈ ഒരു രീതിയിലല്ലാതെ അങ്ങനെയൊക്കെ നമുക്ക് കോഫി യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് നമ്മൾ തേക്കുന്നതല്ലേ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഗുണഗണങ്ങളും പിന്നെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതൊക്കെ തേക്കാൻ. അപ്പം നമുക്കിതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ കോഫിയെ പറ്റി പറയാനാണെങ്കിൽ, നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അപ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് DHT എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്. ഈ ഹെയർ ഫോളുമായിട്ട് ലിങ്ക് ചെയ്ത് പോകുന്ന ഒരു ഹോർമോണാണ്. ഈ കഫെയിൻ ഈ ഹോർമോണിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. എസ്പെഷ്യലി ഇൻ അലോപേഷ്യ ഉള്ള പേഷ്യൻസിന് ഈ ഒരു കോഫി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. അപ്പം എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഫോള് കുറയ്ക്കും എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നല്ലതാണ് ഹെയർ ഫോളിന് നല്ലൊരു കാര്യമാണ് കോഫി കൊണ്ട് തന്നെ ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹെയറിനും സ്കിന്നിനും ഒക്കെ. നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് കോഫിയും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് സ്ക്രബായിട്ട് യൂസ് ചെയ്യും. ടാൻ പോവാനൊക്കെ കോഫി ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലതാണ് ഈ കോഫി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് മുടിക്ക് ഒരു ഷൈനും ലുക്കും ഒക്കെ കൊടുക്കും. നല്ല കറുത്ത നിറം. അത് പക്ഷേ ടെമ്പററി ആണ് കോഫി നിറം. അത് പിറ്റേ കഴുക്കലിൽ അതങ്ങ് പോവും. ടെമ്പററി ആയിട്ട് നല്ല ഒരു ലുക്ക് കൊടുക്കാൻ സാധിക്കും കോഫി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ കോഫിയും പഞ്ചസാരയും കൂടെ നമ്മൾ മുഖത്തിടുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു സ്കാൽപ്പിൽ ഒരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കോഫിയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് മുഖത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു സ്ക്രബായിട്ട്. പക്ഷേ തലയിലും അങ്ങനെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചുമ്മാ കോഫി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷാമ്പൂ ആയിട്ട് മിക്സ് ചെയ്ത് തേച്ചാലും ഭയങ്കര നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെയുള്ള ഹെയർ മാസ്കുകളുടെ കൂട്ടത്തിൽ കോഫി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു മണവും കാര്യങ്ങളും ഒക്കെയാണ് കോഫി. നല്ലൊരു റിഫ്രഷിങ്. കോഫി എല്ലാം കുടിക്കുമ്പോൾ തന്നെ നമുക്കൊരു നമ്മുടെ മൂഡൊന്നും നല്ലതാവത്തില്ല. അതുപോലെ തന്നെ തലയിലൊക്കെ തേച്ച് കഴിയുമ്പോൾ ആ ഒരു മണമൊക്കെ ഭയങ്കര നല്ലതാണ്.
അപ്പം അതാണ് കോഫിയുടെ കാര്യങ്ങളൊക്കെ. പിന്നെന്താണ്, പിന്നെ ഉള്ളത് റൈസ് വാട്ടർ, ഉലുവ, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഉലുവയുടെയും റൈസ് വാട്ടറിൻ്റെ ഒക്കെ ഇതിൽ. പ്രത്യേകിച്ച് ഫെർമെൻറ്റഡ് പുളിച്ച കഞ്ഞിവെള്ളം ഞാൻ കുറേ വീഡിയോകളിൽ കൊരം പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഇത് വീണ്ടും ഇനി എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ ഹെയർ കെയർ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഭയങ്കര റിപ്പീറ്റേഷൻ ആയിരിക്കും. കാരണം ഞാൻ ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കഞ്ഞിവെള്ളം എന്നുള്ള. എനിക്ക് ഭയങ്കരമായിട്ടും എൻ്റെ മുടിക്ക് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് ഈ കഞ്ഞിവെള്ളം. അതും പുളിച്ച കഞ്ഞിവെള്ളം തലമുടിക്ക് ഭയങ്കര നല്ലതാണ്. മുടി നല്ല ഒരു എന്താ പറയുന്നത്, നല്ലതായിട്ട് മുടി വളരാനൊക്കെ സഹായിക്കും പുളിച്ച കഞ്ഞിവെള്ളം. ഫെർമെൻറ്റഡ് ആയിട്ടുള്ള തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചാൽ മതി. അത് തലയിൽ ഹെയർ മാസ്ക് എന്നോ ഹെയർ എന്താ പറയുന്നു ഒന്നുമായിട്ടും യൂസ് ചെയ്യേണ്ട കാര്യം, മീൻസ് മാസ്ക് ആയിട്ടൊന്നും യൂസ് ചെയ്യേണ്ട. ജസ്റ്റ് പുളിച്ച കഞ്ഞിവെള്ളം ഇട്ട് തല നല്ലപോലെ അങ്ങ് കഴുകിയെടുത്താലും അത് ഡെയിലി ബേസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ഞാനൊക്കെ ഡെയിലി ബേസിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കൊച്ചിലെ ഒരു വളരുന്ന ഒരു പ്രായത്തിൽ, ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ഡെയിലി പുളിച്ച കഞ്ഞിവെള്ളം ഇട്ട് തലമുടി നന്നായിട്ട് കഴുകിയെടുക്കുമായിരുന്നു. അത് നല്ലൊരു കാര്യമാണ് മുടിക്ക്. അത് നല്ല കാര്യമാണ്. അത് ചെയ്യാൻ സമയമുള്ളവരും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ല. പിന്നെ ഉലുവ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉലുവയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഹെയർ മാസ്ക് എന്ന് പറയുന്ന ഉലുവയാണ് ഹെയർ ഗ്രോത്തിന്. ഉലുവ ചുമ്മാ കുതിർത്ത് അരച്ച് തേച്ച, ഉലുവ പ്ലസ് മുട്ട, ഉലുവ പ്ലസ് തൈര്, ഉലുവ പ്ലസ് കരിഞ്ജീരകം, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഉലുവ എല്ലാവർക്കും അറിയാവുന്ന ഉലുവ ഉള്ളിലോട്ട് ചെല്ലുന്നതും ഉലുവ കൊണ്ടുള്ള ഹെയർ മാസ്കും ഒക്കെ മുടിക്ക് ഭയങ്കര നല്ല ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ അതിൻ്റെയൊക്കെ ഹെയർ മാസ്ക് ഒക്കെ ഇട്ടാൽ ഭയങ്കര നല്ലതാണ്. പിന്നെന്താണ്, പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ തലമുടിയിൽ നല്ലപോലെ എണ്ണയൊക്കെ പുരട്ടിയിട്ടാണ് ഞാൻ ഈ ഹെയർ മാസ്കുകളൊക്കെ ഇടുന്നത്. അല്ലെങ്കിൽ പുരട്ടാത്തവർ കുറച്ച് എണ്ണ ഒഴിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തൈരും കൂടെ മിക്സ് ചെയ്താൽ നല്ലതാണ്. ഞാൻ പക്ഷേ തൈര് യൂസ് ചെയ്തില്ല, കാരണം ഞാൻ നല്ലപോലെ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തൈര് യൂസ് ചെയ്തില്ല. ഇപ്പം അങ്ങനെ ഭയങ്കര വിൻ്റർ കഴിഞ്ഞ പിന്നെ ഒത്തിരി അങ്ങ് ഡ്രൈ ആകുന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഇപ്പം തന്നെ എൻ്റെ മുടിയിൽ ഒരു ഓയിലി ഫീലിംഗ് വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു മോയ്സ്ചർ, ആ ഒരു ഓയിൽനെസ് കൂടും. ഞാൻ അതുകൊണ്ട് തല നല്ലപോലെ എണ്ണ തേച്ചതേ ഉള്ളൂ. വിൻ്ററിൻ്റെ സമയത്താണ് എൻ്റെ മുടി അങ്ങ് ഭയങ്കരമായിട്ടും ഡ്രൈ ആവുന്നത്. പിന്നെന്താണ്, അങ്ങനെ ഉലുവ, കോഫി, നമ്മുടെ റൈസ് വാട്ടർ, ഇതിൻ്റെയൊക്കെ ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചൊരു കുറച്ച് നാളായിട്ട് അതിൻ്റെയൊക്കെ ഒത്തിരി പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വെച്ചുള്ള കുറേ ഓർഗാനിക് ആയിട്ടുള്ളതും അല്ലാത്തതും എല്ലാമായിട്ട് കുറേ പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ ഇത് വെച്ച്. കാരണം ഇത് മുടിക്ക് ഭയങ്കര നല്ലതായതുകൊണ്ട്. അപ്പം ഈ ഹെയർ പാക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഹെയർ പാക്കാണ്. ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ഹെയർ ഫോൾ കുറയ്ക്കാൻ, മുടി നല്ല കറുപ്പ് നിറം ഉണ്ടാകാൻ ഇതിനൊക്കെ പറ്റിയ ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ഹെയർ പാക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ പലരും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു ലെങ്തിനപ്പുറം മുടി വളരത്തില്ല, മുടി നീളം വെക്കത്തില്ല. എപ്പോഴാണേലും ആ ലെങ്ത് വരെ ഇങ്ങനെ ഒരു മുരടിച്ചു പോയ ഒരു ചിലർക്ക് അനുഭവപ്പെടുന്ന ചിലരുണ്ട്. എല്ലാവരുമല്ല, ചിലർക്ക് അങ്ങനെ അനുഭവപ്പെടാം. ഒരു ലെങ്തിനപ്പുറം നമ്മുടെ മുടി നീളം വെക്കത്തില്ല. അപ്പം അതിനെപ്പറ്റി ഈ വീഡിയോയിൽ അതിനെപ്പറ്റിയും കൂടെ കുറച്ച് സംസാരിക്കാവുന്ന. അപ്പം നമ്മുടെ ഈ ഹെയർ ഗ്രോത്തിന് ഒരു സൈക്കിളുണ്ട്. അതായത് മുടിയുടെ ഹെയർ ഗ്രോത്ത് ഒരു 3 ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അനാജൻ ഫേസ്, കാറ്റജൻ ഫേസ്, ടെലോജൻ ഫേസ്. അതിൽ അനാജൻ ഫേസ് എന്ന് പറയുന്നതാണ് ഒരു ഹെയർ ഗ്രോത്ത് പീരീഡ് എന്ന് പറയുന്ന ഒരു ഹെയർ ഗ്രോത്ത് ഫേസ്. അത് എന്താ പറയുന്നത്, ഒരു 2 to 7 years ആണ് ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയുടെ വളർച്ച അങ്ങ് നിൽക്കും. അതൊരു 2 to 3 weeks ആ ഒരു ഫേസ്, ആ മുടി വളരത്തില്ല. ആ ഒരു ഫേസ് എന്ന് പറയുന്നതാണ് ഈ നമ്മുടെ ട്രാൻസിഷൻ ഫേസ്, അല്ലെങ്കിൽ നമ്മൾ കാറ്റജൻ ഫേസ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ മുടി പൊഴിഞ്ഞു പോകുന്ന ആ ഒരു പീരീഡാണ് നമ്മുടെ ടെലോജൻ ഫേസ് അഥവാ റെസ്റ്റിംഗ് ഫേസ്. അപ്പം നമ്മുടെ ഈ മുടിയുടെ ലെങ്ത് തീരുമാനിക്കുന്നത് ആ ഒരു അനാജൻ ഫേസിലാണ്. ആ ഒരു അനാജൻ ഫേസ് എത്ര വർഷമാണോ അത്രയും നാൾ നിങ്ങളുടെ മുടി പൊഴിയും, മുടി വളരും, മുടി നീളം വയ്ക്കും. അത് 2 കൊല്ലമാണ് നിങ്ങളുടെ അനാജൻ ഫേസ് എങ്കിൽ 2 കൊല്ലം വരെ മുടി വളരത്തുള്ളൂ. അത് കഴിഞ്ഞാൽ മുടി പൊഴിഞ്ഞു പോകും. 3 കൊല്ലമാണെങ്കിൽ അത്രയും. അപ്പം ആ
എത്രത്തോളം നീളം വെക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ഈ ഗ്രോത്ത് ഫേസ് ആണ്. അപ്പം ചിലർക്ക് അനാജൻ ഫേസ് വളരെ കുറവായിരിക്കും. അതാണ് ചിലർക്ക് മുടിയുടെ ലെങ്ത് എന്താ പറയുന്നത് ഒരു സർട്ടൻ ലെങ്തിനപ്പുറം വളരാത്തത്. ചിലർക്ക് മുരടിച്ചു പോകുന്നതിൻ്റെ ആ ഒരു ലെങ്ത് മുരടിച്ചു പോകുന്നു, ലെങ്ത് ഇതിൽ കൂടുതൽ നീളം വെക്കുന്നില്ല എന്ന് ചിലർക്ക് ആ ഒരു നീളം വെക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഈ അനാജൻ ഫേസ് കുറവായതുകൊണ്ടാണ്. അതാണ് ഒരു കാരണം. ചിലർക്ക് എന്ത് നല്ലപോലെ മുടി കെയർ ചെയ്താലും എന്ത് നന്നായിട്ട് ചെയ്താലും ഈ ഒരു കാര്യം അത് ഓരോരുത്തരുടെയും ബോഡി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഓരോരുത്തരുടെയും ജെനറ്റിക്സ് ആണത്. അപ്പം അത് ചിലപ്പം ഹെറിഡിറ്ററി ആയിരിക്കും, ചിലപ്പം അതങ്ങനെ ആ ഒരു അത് അവരുടെ ബോഡിയിൽ ആ ഒരു ഹെയർ ഗ്രോത്ത് ഫേസ് അത്ര ഉള്ളായിരിക്കും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ചിലർക്ക് ആ ഒരു സർട്ടൻ ലെങ്ത് വരെ മുടി വളരത്തുള്ളൂ എന്ന് പറയാനുള്ള കാര്യം ഈ ഒരു അനാജൻ ഫേസ് അവരുടെ കുറവായിരിക്കും, ചിലപ്പോൾ 2 വർഷമൊക്കെ കാണത്തുള്ളായിരിക്കും. അതുകൊണ്ടാണ്. പിന്നെ ഇനിയുള്ള റീസൺസ് എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് മാറ്റാൻ പറ്റുന്ന റീസൺസ് ഒക്കെയാണ്. ചിലർക്ക് മുടിയുടെ അറ്റം പൊട്ടി പോകുന്നത് ഡ്രൈനെസ് കൊണ്ടാവാം, പിന്നെ ഓവറായിട്ട് സ്റ്റൈൽ ചെയ്യുമ്പം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഹീറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെ ആവാം. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കി ഡ്രൈനെസ് ഒക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് മാറാം. അതുകൊണ്ടൊക്കെ ഹെയർ ഗ്രോത്ത് മുരടിച്ചു പോവുകയാണെങ്കിൽ അത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ പൂവറായിട്ടുള്ള ന്യൂട്രീഷൻ കൊണ്ട് ഹെയർ ഗ്രോത്ത് മുരടിച്ചു, മുടിക്ക് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ നമുക്ക് കഴിച്ച് നമുക്ക് അത് ശരിയാക്കി എടുക്കാം. ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കാൽപ്പ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നുള്ളത്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഇങ്ങനെ ഡെഫിഷ്യൻസീസ്, എന്തെങ്കിലും അയൺ ഡെഫിഷ്യൻസി, പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ളത്. പിന്നെ ഈ പറഞ്ഞുള്ള നമ്മൾ നല്ലപോലെ കെയർ ചെയ്യാതിരിക്കുക, മുടി ഈ പറഞ്ഞ പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്, ആ ഡ്രൈനെസ് ഒക്കെ കൂടിയിട്ട് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ ഡോക്ടറെ കണ്ടും അല്ലെങ്കിൽ നല്ലപോലെ ഫുഡ് കഴിച്ചും മരുന്ന് കഴിച്ചും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് അത് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് ഓരോരുത്തരുടെ ബോഡിയിൽ അങ്ങനെയാണ് നമ്മുടെ മുടിയുടെ ഒരു വളർച്ച ഇരിക്കുന്നത്. അപ്പം അത് ആ ഒരു അനാജൻ ഫേസ് കുറവാണെങ്കിൽ ഒരു സർട്ടൻ ലെങ്തിനപ്പുറം മുടി ഇപ്പം നീളം വെക്കണമെന്ന് ആഗ്രഹമുള്ള ആണെങ്കിലും അത് നീളം വെക്കത്തില്ല, മുടി അങ്ങ് പൊഴിഞ്ഞു പോവും, പിന്നെ വീണ്ടും കിളുക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകും. അതാണ് ചിലർക്ക് ഒരു പരിധിക്കപ്പുറം മുടി വളരാത്തത്. ചിലർക്ക് എന്ത് നല്ലതായിട്ട് കെയർ ചെയ്താലും എങ്ങനെയൊക്കെ കെയർ ചെയ്താലും ചിലപ്പോൾ മുടി വളരാത്തതിൻ്റെ റീസൺ അതാണ്, നിങ്ങളുടെ അനാജൻ ഫേസ് കുറവായിരിക്കും. അതായത് ഗ്രോത്ത് ഫേസ് ചിലപ്പോൾ 2 years ഒക്കെ കാണത്തുള്ളായിരിക്കും. അതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ഫുള്ളൊരു വീഡിയോയ്ക്കുള്ള ഒരു കണ്ടന്റ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചപ്പം ഇങ്ങനൊരു കാര്യം ചിലരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇങ്ങനെ ഒരു സർട്ടൻ ലെങ്തിന് ശേഷം മുടി വളരാത്തത്. അപ്പം അതിൻ്റെ ഒരു കാര്യവും കൂടെ ഈ വീഡിയോ കൂടെ പറയാവുന്ന. അപ്പം നമ്മളൊരു ഹെയർ പാക്ക്, നല്ലൊരു ഹെയർ പാക്കാണ്. ആ ഹെയർ പാക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളവർ മുടി നല്ലതായിട്ട് കെയർ ചെയ്യുക. ഇപ്പം അങ്ങനെയുള്ള എത്ര കെയർ ചെയ്തിട്ടും ഇതാണ്. അപ്പം ആ ഒരു രീതിയിൽ മുടി മെയിൻറ്റെയിൻ, ഇപ്പം നിങ്ങളുടെ മുടിയുടെ ലെങ്ത് ചിലപ്പം ഒരു ലെങ്തിനപ്പുറം വളരുന്നില്ല, അത് നമ്മൾ എന്തൊക്കെ നല്ലതായിട്ട് കെയർ ചെയ്താലും നിങ്ങൾക്ക് ഒരു ഡെഫിഷ്യൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് മുടിയുടെ ലെങ്ത് കൂട്ടാൻ പറ്റുന്നില്ലെങ്കിൽ ഇതായിരിക്കും കാരണം, അനാജൻ ഫേസ് കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മുടിയെ മെയിൻറ്റെയിൻ ചെയ്ത് അത് ഓർത്ത് വിഷമിക്കാതെ, അങ്ങനെ വിഷമിക്കുമ്പോഴത്തേനും മുടി പൊഴിച്ചിൽ കൂടും. അപ്പം ഉള്ള തിക്നെസ് എന്തെങ്കിലും മുടിക്ക് ഇതുണ്ടെങ്കിൽ തന്നെ, നല്ല മുടിയാണെങ്കിൽ തന്നെ, മീൻസ് തല ഇങ്ങനെ എന്താ പറയുന്നത്, തലയിലൊക്കെ നല്ല മുടി ഉണ്ടെങ്കിൽ തന്നെയും അത് കൂടുതലും ഹെയർ ഫോളിന് കാരണം. അപ്പം അതോർത്ത് വിഷമിക്കാതെ ഉള്ള മുടിയെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.